അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പുട്ട് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. കുറച്ച് അതിലേക്ക് സവോള ചെറുതായി അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും ചെറുതായി എരിഞ്ഞ പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റാം കേട്ടോ. ഒരു 3-4 വറ്റൽമുളക് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ഒരു 2 തക്കാളി ആയിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ മിക്സി ഇവിടെ സവോളയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സ് ഉണ്ടല്ലോ, അതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഒന്ന് എണ്ണ തെളിയണ വരെ നമുക്കത് അടുപ്പത്ത് വെച്ച് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം കേട്ടോ. നമുക്ക് നന്നായി വഴന്ന് വരട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നിയ കാരണം കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമായാലും ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ലാസ്റ്റ് ഒരു ഗ്രേവി മോഡലാവണം, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചത്. പാലായാലും മതി, തേങ്ങാപ്പാല പശുമ്പാല ഏതായാലും കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി തൂവി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ. കുറച്ച് ഗ്രേവി ടൈപ്പ് വേണം, പുട്ടിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്യണ കാരണം പുട്ട് ഡ്രൈ ആണല്ലോ. അപ്പോൾ അതേ ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡ് എടുത്തിരിക്കണം, അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, കുറച്ച് നനച്ച നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ പിന്നെയും പുട്ടുപൊടി ഇട്ട് മുകളിൽ കുറച്ച് തേങ്ങ വെച്ച് നമുക്ക് ആവിയിൽ ഇതങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ ആദ്യമായിട്ടാട്ടോ തയ്യാറാക്കുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട് പുട്ടിങ്ങനെ ചെയ്ത് നല്ല ടേസ്റ്റാണ്. അത് അരിപ്പുട്ടോ ആവണമെന്നില്ല, ഗോതമ്പ് പുട്ടോ റാഗിയുടെ പുട്ടോ ഓട്സ് പുട്ടോ ഏതായാലും നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കണത് കേട്ടോ. ഒട്ടും പ്രതീക്ഷ ഉണ്ടാകുന്നില്ല. പിന്നെ ചിക്കനല്ല ഐറ്റം, അപ്പം നമ്മൾ കഴിക്കും, മോശമാവില്ല എന്ന് തോന്നിയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയത് കേട്ടോ. അപ്പം നമ്മൾ ഇതേ ചിരട്ടപ്പുട്ടിൻ്റെ ഉള്ളിൽ ഞാനെല്ലാം ഇട്ടിട്ട് ആവിയിൽ വെക്കുകയാണ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതേ ആവിയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്തപ്പോഴേ നല്ല ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇരിക്കുക, നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. അപ്പം ഞാൻ കുറച്ച് മസാലയും പുട്ടും പിന്നെ തേങ്ങയും കൂടി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളിതുപോലെ തയ്യാറാക്കണം കേട്ടോ. ഇടയ്ക്ക് പുട്ടിൻ്റെ കൂടെ ഈ ഒരു കോമ്പിനേഷനും നല്ല ടേസ്റ്റ് ഉണ്ട്.